നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ ദിവസത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഇന്ന് മകരസംക്രാന്തിയാണ്, മകരവിളക്ക് ഇന്നാണ്. അതുകൂടാതെ ഷഡ്ത്തിലെ ഏകാദശിയാണ്. അപ്പോൾ ഏകാദശി എല്ലാവരും നോറ്റിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നലെ ഞാൻ അതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എള്ളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മകരസംക്രാന്തി അല്ലെങ്കിൽ മകരവിളക്ക് എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ ഇത് ദീപം തെളിയിക്കലാണ്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപവും ഇന്ന് തന്നെയാണ് കേട്ടോ. ലക്ഷം ദീപങ്ങളാണ് തെളിയിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ അത് അന്ധകാരത്തെ നീക്കുക ചെയ്യാം, എന്നിട്ട് വെളിച്ചം പകരുകയാണ് ചെയ്യുക. ഇതൊക്കെ ഒരു സിമ്പലാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഈ ദീപങ്ങളെല്ലാം തെളിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ്. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു അന്ധകാരത്തിനെ, ആ ഒരു ഇരുട്ടിനെ എല്ലാം നീക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു സിമ്പലായിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണ്, ദീപങ്ങൾ കൊളുത്തിക്കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇരുട്ടിനെ അകറ്റിക്കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ആചരിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും മകരവിളക്കിൻ്റെ ഒക്കെ ആശംസകൾ നേരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും ഈ മകരസംക്രാന്തിയെക്കുറിച്ചും മകരവിളക്കിനെ കുറിച്ചൊക്കെയാണ്. നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. പിന്നെ അതുകൂടാതെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അലങ്കാരങ്ങൾ കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെയും ഗണപതിയുടെയും ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഒരു കുഞ്ഞു താമരപ്പൂവിൽ ഇങ്ങനെ നിൽക്കുന്ന ഉണ്ണിയായിട്ടായിരുന്നു കേട്ടോ. ഓടക്കുഴലിൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുക. അത് ഓടക്കുഴലിൽ ഊതാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഭഗവാനുണ്ടല്ലോ, അങ്ങനെയായിരുന്നു. പിന്നെ സോപാനം തൊഴിലായിരുന്നു. അപ്പോൾ ഭഗവാനെ കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണുകയാണല്ലോ. അപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞ ദിവസമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ സോപാനം തൊഴിലുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചധികം സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ ഉണ്ണീനെ ഒരു കുഞ്ഞുണ്ണിയാണ് കേട്ടോ, കുറച്ച് തടിയൊക്കെ ഉള്ള ഒരു പ്രകൃതാണ്. അപ്പോൾ അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഭഗവാനെ തൊഴുതത്. ഭഗവാനാണെങ്കിലോ നല്ല സന്തോഷം ഭഗവാന്റെ മുഖത്തുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഓടക്കുഴലിൽ വായിക്കുന്ന ഉണ്ണിക്കണ്ണനായിരുന്നല്ലോ നമ്മളെല്ലാവരും ഗോപികമാരും ഗോപന്മാരും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ സന്തോഷിപ്പിച്ചപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണനും കൂടുതൽ സന്തോഷമായി. അപ്പൊ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ആനന്ദത്തിൽ ആറടിക്കാനായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്, ഓടക്കുഴൽ ഊതാനായിട്ട്. അപ്പൊ ഒരു കുഞ്ഞു താമരപ്പൂവൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഭഗവാൻ കയറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ഓടക്കുഴലും പിടിച്ചിട്ട് റെഡി ആയിക്കൊണ്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ, വേണുനാഥം പൊഴിക്കാനായിട്ട്. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം തെച്ചിയും തുളസിയാണ്, പിന്നെ ഒരെണ്ണം താമരയുടെ ഇതളും തുളസിയും കൊണ്ടാണ്. ഇതേപോലത്തെ തന്നെയാണ് ഉണ്ടമാല ഉണ്ടായിരുന്നു കേട്ടോ. 2 ഉണ്ടമാലകൾ, ഒരെണ്ണത്തിൽ തെച്ചി തുളസി, പിന്നെ ഒരെണ്ണം താമരയും തുളസി. അതിന് നടുക്കാണ് ഈ ഓടക്കുഴലിൽ ഇങ്ങനെ 2 കൈ കൊണ്ടും നെഞ്ചോടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ഭഗവാൻ. നല്ല ഭംഗിയിൽ പൊന്നിൻ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഗോപി തിലകമൊക്കെ ഉണ്ട്, കാതുപൂക്കളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു പുഞ്ചിരി, നല്ലൊരു മന്ദഹാസം. നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും എത്തിയിട്ടില്ലേ, എല്ലാവർക്കും കാണാനായിട്ട്, എല്ലാവർക്കും കേൾക്കാനായിട്ട് ഞാനിതാ ഓടക്കുഴലിൽ വിളിക്കാൻ പോകുകയാണ്. അപ്പോൾ എല്ലാവരും വന്നോളൂ, റെഡിയായി നിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പോടെ നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ഭഗവാൻ. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തു നിന്നായതുകൊണ്ട് അതൊക്കെ നല്ല ഭംഗിയിൽ കാണാനുണ്ട് കേട്ടോ. പിന്നെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കഴുത്തിലൊരു ഗോപി തിലകുണ്ട്. പൊന്നോടക്കുഴലിൽ ഇങ്ങനെ 2 കൈ കൊണ്ടും പിടിച്ചിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ കണിഞ്ഞിട്ട് ആ കുഞ്ഞിക്കാലുകളിലൊക്കെ കാൽത്തളകളുണ്ട് കേട്ടോ. അത് നല്ല സ്വർണത്തിന്റെ നല്ല തിളക്കത്തിലുള്ളതാണ്. കുഞ്ഞു കാലൊക്കെയാണ് കേട്ടോ. ഒരു കുഞ്ഞുണ്ണിയാണ്, കുഞ്ഞു താമരപ്പൂവാണ്. അപ്പോൾ ആ താമരപ്പൂവിൽ എത്രത്തോളം വലിപ്പമുള്ള ഉണ്ണിക്ക് നിൽക്കാൻ പറ്റും, അത്രയും ചെറിയൊരു ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കണേ. നല്ല കുറച്ച് തടിയൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണനായിരുന്നു, ഒരു താമരക്കണ്ണൻ. അപ്പം എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ താമരയിൽ നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ നന്നായി തൊഴുതിട്ട് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഗണപതിക്ക് മുന്നിലാണ് കേട്ടോ. ഗണപതി ഒരു ചുവന്ന നിറത്തിലാണ് ഉടയാട, നല്ല തിളക്കമൊക്കെ ഉള്ള ഉടയാടയാണ്. പിന്നെ അരയിൽ ഒരു മഞ്ഞ പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു മാല ഇട്ടിട്ടുണ്ട്. നല്ല വീതിയുള്ള വെള്ള കല്ലൊക്കെ പതിപ്പിച്ച ഒരു മാലയാണ്. അതാണ് കാര്യപ്പെട്ട ഒരു അലങ്കാരം കഴുത്തില്. പിന്നെ നല്ല ഭംഗിയിൽ മുഖച്ചാർത്തൊക്കെ ഉണ്ട്. നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടാണ് കേട്ടോ വെച്ചിരിക്കണേ.
അതുകൂടാതെ ഈ നെറ്റിത്തടത്തിൽ തന്നെ കിരീടം തുടങ്ങുന്നതിന് തൊട്ട് താഴെയായിട്ട് ഒരു മാല, ഇങ്ങനെ ഒരു പ്രത്യേക അലങ്കാരം അതിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിനൊരു ലോക്കറ്റ് ഉണ്ട്. അതിന് താഴേന്ന് പിന്നെയും ഒരു ചുവന്ന നിറത്തിലെ ഒരു മഴത്തുള്ളി പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കളറാണ്, അതായത് ചുവപ്പ് ഒരെണ്ണം പൊട്ടുണ്ട്, പിന്നെ ഈ ഒരു മാലയുടെ ഒരു മഴത്തുള്ളി പോലത്തെ, അങ്ങനെ 2 ചുവപ്പ് കളറ് നെറ്റിയിലുണ്ടായിരുന്നു. പിന്നെ തട്ടുകളായിട്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത്. ഓരോ തട്ടുകൾക്ക് മുകളിലും ഇങ്ങനെ കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേക അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതിനെ കാണാനായിട്ട് പോകാം കേട്ടോ. ഭഗവതി അമ്മ ഒരു മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. ഒരു കാപ്പി, ഒരു ബ്രൗൺ നിറത്തിലെ അരയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക രീതിയിലുണ്ടായിരുന്നു. പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചുവടെയുള്ള ആലിലകൾ കൊണ്ടുള്ള ഒരു മാലയുണ്ട്. ഒരു കുഞ്ഞു ആലിലകൾ ഇങ്ങനെ കോർത്ത പോലത്തെ ഒരു മാല, പിന്നെ ഒരു മാല, പിന്നെ ഒരു പച്ച കല്ലുള്ള ഒരു ലോക്കറ്റുള്ള വേറൊരു മാല. ഒരു കുഞ്ഞു ദേഹമാണ് കേട്ടോ. എന്നിട്ട് ഈ 3 മാലകൾ ഇങ്ങനെ നല്ല തട്ടുകൾ പോലെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ കാതുകളിലെ സ്വർണത്തിന്റെ കുഞ്ഞുമണികളിലെ ഒരു മണി ഇങ്ങനെ ഒട്ടിച്ച്, ഒരു സ്വർണ്ണമണി അതിങ്ങനെ കാതിൽ വെച്ചിരിക്കുക. അതിന് മുകളിലും ഒരു സ്വർണ്ണമണി വെച്ചിട്ടുണ്ട് 2 കാതുകളിലായിട്ട്. പിന്നെ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നെറ്റിയിലും ഇതേപോലത്തെ ഒരു സ്വർണ്ണമണി, പിന്നെ ഒരു കുഞ്ഞു സ്വർണ്ണപ്പൊട്ട്, അതിന് മുകളിൽ ഒരു സ്വർണ്ണഗോപി. ഇങ്ങനെയാണ് നെറ്റിത്തടത്തിലുള്ള അലങ്കാരം കേട്ടോ. പിന്നെ കിരീടത്തിന് പകരമായിട്ട് ഈ വെളുത്ത നിറത്തിലെ ചുവന്ന നിറത്തിലെ കല്ലുകളുള്ള ഒരു മാല ഇങ്ങനെ നല്ല ഭംഗിയിൽ അർദ്ധവൃത്താകൃതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്വർണ്ണമണികൾ കൊണ്ടുള്ള ഒരു മാല ഇങ്ങനെ ഇതേപോലെ തന്നെ ആ കിരീടത്തിന് ചുവടെയായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ സ്വർണ്ണമണികൾ കൊണ്ടുള്ള കമ്മലുണ്ടല്ലോ, മണികളല്ല കേട്ടോ, ഒന്നിൽ കൂടുതലല്ല, ഒരെണ്ണാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. സാധാരണ ചാർത്തി കാണുന്ന ഒരു കമ്മലല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയാണ്. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാനായിട്ടാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അതിൽ ഇങ്ങനെ ലേസൊക്കെ ഇങ്ങനെ തുന്നി ചേർത്തിട്ടുണ്ട് കേട്ടോ. നിറയെ സ്വർണത്തിന്റെ പൊട്ടുകൾ പോലെയുള്ള ഉടയാടയാണ് അണിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു നല്ല അത്യാവശ്യം ഒരു വീതിയുള്ള ഒരു സ്വർണ്ണമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ കഴുത്തിന്റെ തുടക്കത്തിൽ വലിയൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. നടുക്ക് 2 സൈഡുകളിലായിട്ട് സ്വർണ്ണ ഗോപിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അലങ്കാരം ഉണ്ട്. പിന്നെ കാതുകളിൽ സ്വർണ്ണപ്പൊട്ടാണ്. നല്ല ഭംഗിയുള്ള മുഖച്ച, നന്നായിട്ട് ചിരിച്ചിട്ടാ അയ്യപ്പനിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചാർത്തിയ പോലെ എല്ലാട്ടോ മുഖച്ചാർത്തുണ്ടായിരുന്നത്. നന്നായി വായ തുറന്നിട്ട് ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷമൊക്കെ. ഇപ്പം മകരവിളക്കൊക്കെ ആണല്ലോ ഇന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷം ഇന്നലെ തന്നെ മുഖത്ത് നന്നായിട്ട് പ്രകടമായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വായ തുറന്നിട്ട് നന്നായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനാണ്. നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അയ്യപ്പൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിന് മുകളിൽ വേറെ ഒരു മണിമാല, ഇങ്ങനെ സ്വർണ്ണത്തിലൊരു മണിമാല, അത് കിരീടത്തിന് മുകളിലായിട്ട് അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം മനസ്സിൽ നന്നായി കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇന്ന് ശബരിമലയിലെ മകരവിളക്കാണ്, മകര സംക്രാന്തിയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാട്ടോ. ഈ മകരവിളക്ക് അതേപോലെ മകരജ്യോതി രണ്ടും പറയാറുണ്ട്. പക്ഷെ രണ്ടാണ്. അതും ഭൂരിഭാഗം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. മകരജ്യോതി എന്ന് പറയുന്നത് അതൊരു നക്ഷത്രമാണ് കേട്ടോ. ആകാശത്ത് ഈ ദിവസങ്ങളിലായിട്ട്, ഇപ്പോൾ ഈ സംക്രമത്തിൻ്റെ അന്ന് മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തെളിഞ്ഞ് കാണുന്ന ഒരു നക്ഷത്രമാണ്. നമ്മൾ ധ്രുവ നക്ഷത്രം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് മകരജ്യോതി എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ദിവസം നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ സംക്രാന്തിയുടെ അന്നാണ് അത് നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണും. പിന്നെ ഒന്നാണ് മകരവിളക്ക് എന്ന് പറയുന്നത്. അത് പണ്ട് കാലത്ത് ഈ ആദിവാസികൾ, ഗോത്രങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അവര് പൊന്നമ്പലമേട്ടിൽ തെളിയിക്കുന്ന കർപ്പൂരം തെളിയിക്കുന്നതിനെയാണ് ഈ മകരവിളക്ക് എന്ന് പറയുക. അത് കർപ്പൂരം തെളിയിച്ചുകൊണ്ട് പ്രകൃതിയെയാണ് ആരതി ഒഴിയുന്നത്. ഈ മകരസംക്രാന്തിയെ വരവേൽക്കുന്ന, ആ പ്രകൃതിയെ ആരതി ഒഴിയുന്ന ഒരു രീതിയാണ് ഈ കർപ്പൂരം തെളിയിക്കല്. അത് പൊന്നമ്പലമേട്ടിലെ പണ്ട് കാലത്തൊക്കെ അവരായിരുന്നു തെളിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് മകരവിളക്ക് എന്ന് പറയാം. ഇത് രണ്ടും കാണാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമാണ്. ഈ 1-ാം തീയതിയുടെ തലേദിവസമായിട്ടാണ് വരിക മകരസംക്രാന്തി. അത് ഇന്ന് വൈകുന്നേരമാണ്. അപ്പം അത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അനേകം പേരാണ്. ഇപ്പോൾ 1-2 പേരല്ല, ആയിരങ്ങളല്ല, 10,000ങ്ങളല്ല, ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇത് ദർശിക്കാനായിട്ട് ശബരിമലയിലെ സന്നിധാനത്ത് ഉണ്ടായിരിക്കുക. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അപ്പോൾ ആ ഒരു വിളക്ക് തെളിയുന്ന ആ ഒരു സമയത്ത് ഈ എല്ലാ ഭക്തരും കൂടെ, എല്ലാ അയ്യപ്പന്മാരും കൂടിയിട്ടുള്ള ഒരു ശരണം വിളിയുണ്ട്. സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് ഉറക്കെയാണ് വിളിക്കുക. അപ്പം ഇത്
നേരിട്ട് കാണാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ളത് TV ചാനലിലൊക്കെ കാണാം, ലൈവായിട്ട് കാണിക്കും. അപ്പോൾ അവിടെ നടക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ആ ഒരു ശരണം വിളിയുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഒരു ഊർജ്ജമുണ്ട്. അത് നൽകുന്ന ആ ഒരു ശക്തി, അത് ഒരു ചില്ലറ ശക്തിയൊന്നുമല്ല, അത്രയും പവർഫുള്ളാണ്. അത് അനുഭവിച്ചറിയാം. നമുക്ക് TV കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു പ്രത്യേകം ഊർജ്ജം വരും. അപ്പോൾ അത് നേരിട്ട് കാണുന്നവരുടെ ആ ഒരു ശക്തി എന്തായിരിക്കും, അത് അനുഭവിച്ചറിയ തന്നെ വേണം. കണ്ടിട്ടുള്ളവർ വീഡിയോയിൽ ചൂടായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. മകരവിളക്ക് ആ ഒരു ദിവസത്തെ ഇന്നത്തെ ദിവസം, ഇത് മകരവിളക്കിൻ്റെ അന്ന് ശബരിമലയിൽ പോയിട്ടുള്ളവർ, അത് കാണാനായിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ലഭിക്കുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് ചെറിയൊരു ഊർജ്ജമല്ല, അത് അനുഭവിക്കാനാണ് ഈ ഒരു ദിവസം അയ്യപ്പനടുത്തേക്ക് സന്നിധാനത്തിലേക്ക് ഭക്തരെ പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു ശരണം വിളി, അതിൻ്റെ ആ ഒരു പവർ, അതിൻ്റെ ഒരു ശക്തി, ആ ഒരു ഊർജം അനുഭവിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എത്തുന്നത്. അപ്പോൾ ഈ കൂട്ടപ്രാർത്ഥനയുടെ ഫലം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരമാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നേരിട്ട് കാണാനായിട്ട് പോയവർ പലരും ഈ വീഡിയോ കാണുന്നവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ ചാനലിലൂടെയൊക്കെ കാണാനായിട്ട് സാധിക്കട്ടെ. ആ ഒരു ശക്തി എല്ലാവർക്കും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. പിന്നെ ഈ മകരം എന്ന് പറയുന്നത് ശനിയുടെ സ്ഥലമാണ്. അപ്പോൾ ഈ ശനിദോഷമുള്ളവരൊക്കെ ആരാധിക്കേണ്ടത് അയ്യപ്പനെയാണ്. അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ശനിയുടെ അധിപനായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അയ്യപ്പന് ഇത്രയേറെ പ്രാധാന്യം വന്നത് കേട്ടോ. അപ്പോൾ എള്ളുതിരിയൊക്കെ കത്തിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എള്ള് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം തന്നെ എള്ള് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഏകാദശി നോൽക്കുമ്പോൾ തന്നെ എള്ള് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എള്ള് അതുപോലെ തന്നെ ഈ മകരം ഒക്കെ തുടങ്ങാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മൾ എങ്ങനെ നോക്കുകയാണെങ്കിലും ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ എള്ളിനൊരു പ്രാധാന്യം വന്നത് കേട്ടോ. പിന്നെ ഈ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ അടുത്ത നാളെ മുതൽ പുതിയ മാസം മകരമാസം തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ രാശി മാറ്റം സംഭവിക്കുകയാണ്, ഉത്തരായനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്രയും സഞ്ചരിച്ച ആ ഒരു പോലെയല്ല ഇനി സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറേയേറെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തെ പ്രത്യേകത, അതിനാണ് ഈ മകര സംക്രമം എന്ന് പറയുന്നത് കേട്ടോ. ഇനി കൂടുതലായിട്ട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അത് നാളെ മകരമാസം തുടങ്ങില്ലേ, അപ്പോൾ നാളെ അത് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മകര സംക്രാന്തി വരെ നമ്മൾ പറഞ്ഞു നിർത്തുകയാണ് കേട്ടോ. മകരവിളക്കിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സാധിക്കുന്നവരെല്ലാവരും TV കാണാനായിട്ട്, ലൈവ് കാണാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അവിടെ ആ സന്നിധാനത്തുള്ള അതേ ഊർജം തന്നെ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ച് അറിയാനും കൂടെ സാധിക്കും. അതൊരു പ്രത്യേക അനുഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ഊർജം എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും മകരവിളക്കിൻ്റെ ആശംസകൾ നേരാണ് കേട്ടോ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ലത ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. ഞാനിങ്ങനെ അലങ്കാരമൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഗണപതിയുടെ അലങ്കാരമാണല്ലോ പറയുക. ഇത് ഭഗവാന്റെ കഴിഞ്ഞാൽ പിന്നെ ഗണപതിയുടെ അലങ്കാരമാണ് പറയുക. അപ്പം ഏത്തമിട്ടോളൂ എന്ന് പറയാറുണ്ട്. അതിനുശേഷമാണ് ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെ അലങ്കാരം പറയുക. അപ്പോൾ അവരെയൊക്കെ നമസ്കരിച്ചോളൂ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ലത ചേച്ചി ചോദിച്ചിരിക്കുന്നത്, ഗണപതിക്ക് ഏത്തമിടുന്ന കാര്യം പറയാറുണ്ട്. അപ്പോൾ അയ്യപ്പനെയും അതേപോലെ തന്നെ ഭഗവതി അമ്മയ്ക്കും നമസ്കരിക്കുമ്പോൾ ഏത്തമിട്ടിട്ടല്ലേ നമസ്കരിക്കുക, അങ്ങനെ ചെയ്തത് കൊണ്ട് ദോഷമുണ്ടോ, അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ശരിക്കും ഗണപതിക്ക് മുന്നിൽ ഏത്തമിടുന്നതിനെ കുറിച്ച് ഞാൻ മുൻപ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഗണപതിയുടെ കൊമ്പൊഴിഞ്ഞല്ലോ പരശുരാമൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഈ കൊമ്പ് കൈ പിടിച്ചിട്ട് നിൽക്കുന്നത്, ആ മുറിഞ്ഞ ഒരു കൊമ്പ് അത് താഴെ വെച്ച് കഴിഞ്ഞാൽ തലപൊട്ടി തെറിക്കുന്ന പാവത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവിച്ചാലോ എന്ന് വെച്ചിട്ട് ഇത് താഴെ വെക്കാണ്ടാണ് നമ്മുടെ ഗണപതി ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നിൽ വന്നിട്ട് ഈ ഏത്തമിടുന്ന സമയത്ത് 2 കാലുകളും വെക്കണം. വലത്തെ കാല് മുന്നിൽ, അതേപോലെ തന്നെ വലത്തെ കൈ മുന്നിലായിട്ട് ഇരു ചെവികളും പിടിച്ചിട്ട് ഏത്തമിടുക. അപ്പോൾ കൈകൾ ഇങ്ങനെ ക്രോസ് ആയിട്ടല്ലേ പിടിക്കാം. അപ്പോൾ ഈ നടുവുള്ള ഭാഗത്ത് എന്ത് ചെയ്യും, ഗണപതി ആ കൊമ്പ് വെക്കും. എന്തിനു വേണ്ടിയിട്ടാ, നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്. എന്നിട്ട് അത് ഏത്തമിട്ട് കഴിഞ്ഞാൽ ആ കൊമ്പ് തിരികെ എടുക്കും. എന്നിട്ട് പിന്നെ അത് പിടിച്ചിരിക്കും. അങ്ങനെ ഏത്തമിടുന്ന സമയത്ത് ഈ ക്രോസ് ആയിട്ടിരിക്കുന്ന ഭാഗത്ത് കൊമ്പ് വെക്കും ഭഗവാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഏത്തമിടുന്നെന്ന് പറഞ്ഞിട്ടൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഗണപതിക്ക് മുന്നിൽ ഏത്തമിടുന്നതിനെ പറയുന്ന ഒരു ഐതിഹ്യ കഥ. പിന്നെ അത് മാത്രമല്ല, എല്ലാത്തിനും പുറകിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഇങ്ങനെ ചെവിക്ക് പുറകിലാണല്ലോ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു പ്രഷർ അവിടെ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ വലിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ചെവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ ചെവിയിൽ കൂടെയാണ്.
അപ്പോൾ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്നതിന് ഇപ്പോൾ കണ്ണുകൊണ്ട് ഫ്രണ്ടിൽ കൂടെയുള്ള കാഴ്ചകൾ കാണാം, അതുപോലെ തന്നെ മുന്നിൽ നടക്കുന്ന ശബ്ദങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ ചെവി എന്ന് പറഞ്ഞാൽ നമുക്ക് പുറകിലുള്ള ശബ്ദങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ ചെവിയിലൂടെയാണ്. അതിപ്പോൾ മൃഗങ്ങളായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഘ്രാണശക്തി കൂട്ടുക എന്നുള്ള ഒരു സങ്കല്പം കൂടെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ചെവിക്ക് പുറകിലെ ഒരു ഞരമ്പുണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ചെവികളും ഇങ്ങനെ പിടിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിങ്ങനെ നടന്നു പോകുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഒരാൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഒരു തടസ്സം വന്നു. ഇപ്പോൾ ഒരു വണ്ടി വരികയാണ്, അല്ലെങ്കിൽ ഒരു കല്ലുണ്ട്, അത് ഈ നടന്നു പോകുന്നവർ കണ്ടില്ല, പുറകിലുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അയ്യോ അവിടെ നിൽക്കൂ എന്നാണ് പറയുക. അപ്പോൾ കല്ലുണ്ട് എന്ന് നോക്കാനുള്ള ആ ഒരു സമയമൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പെട്ടെന്ന് അവിടെ നിൽക്കൂ എന്ന് പുറകിൽ നിന്ന് കേൾക്കുമ്പോൾ അവരവിടെ സ്റ്റോപ്പ് ആവും. അത് അവർ മുന്നിൽ കല്ല് കണ്ടിട്ടോ അല്ലെങ്കിൽ വണ്ടി വരുന്ന കണ്ടിട്ടോ ഒന്നും ആവില്ല. ആ നിൽക്കൂ എന്നുള്ള കാര്യം മാത്രമേ അവർ കേട്ടിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ആവും. അതാണ് ഈ ചെവികൾ കൂടെ കേൾക്കുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അതിലൂടെയാണ് പറയുക. പിന്നെ അത് മാത്രമൊന്നുമില്ല, പണ്ട് കാലത്തൊക്കെ ഈ സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മറവിയോ അല്ലെങ്കിൽ തെറ്റുത്തരങ്ങളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെവി പിടിക്കും. ചെവി ഒന്ന് പിടിച്ച് തിരുമ്പും ഇല്ലേ. തല്ലല്ല കൂടുതൽ ചെയ്യുക, ചെവി പിടിക്കുക ചെയ്യുക. അതിൻ്റെ പുറകിലുള്ള ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് കേട്ടോ. ആ ഒരു പ്രത്യേക ഞരമ്പിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുക. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരം ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവിനെ, ഓരോരോ അവയവങ്ങൾക്കും വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിനെ വർദ്ധിപ്പിക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗണപതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുടെ അറിവിൻ്റെ ഒക്കെ ദേവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഏത്തം ഇടുന്നത്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം അത് ശാസ്ത്രീയമായിട്ടുള്ള വശമാണ്. അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പം നമ്മൾ ഈ ആചാരം പാലിക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എല്ലാവരും അത് ചെയ്യുമല്ലോ. അപ്പം എല്ലാത്തിനും എന്താണെങ്കിലും അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശമുണ്ട്. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ദേവതകളുടെ മുന്നിലും ഏത്തമിട്ടത് കൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. അപ്പം അയ്യപ്പന് മുന്നിലാണെങ്കിലും ഭഗവതി അമ്മയ്ക്ക് മുന്നിലാണെങ്കിലും ഇപ്പോൾ ലത ചേച്ചി ഏത്തമിട്ട് കഴിഞ്ഞാൽ ഒരു ദോഷവും സംഭവിക്കില്ല. അതിൻ്റെ ആ പോസിറ്റീവായിട്ടുള്ള വശം, ആ ശാസ്ത്രീയമായിട്ടുള്ള വശം ഇതാണ് കേട്ടോ. അടുത്തത് രാജി എന്ന് പറഞ്ഞ ചേച്ചി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് എന്ത് വഴിപാടാണെന്നുള്ളത്. ഒപ്പം തന്നെ മുൻപ് ഒരു ദിവസം ഒരു അമ്മയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ മകൾക്ക് പ്രഗ്നന്റ് ആയി, പക്ഷെ അത് അബോർഷനായി, ആ കുട്ടിക്ക് ഗർഭാശയ സംബന്ധമായിട്ടെന്തോ അസുഖം കൂടെ ഉണ്ട്. അപ്പോൾ അതിന് എന്ത് വഴിപാടാണ് സമർപ്പിക്കേണ്ടത് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും ഒരുമിച്ച് ഉത്തരം പറയാം കേട്ടോ. പൊതുവെ ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ത്രിമധുരം ഷീട്ടാക്കുക, അത് ആനയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ത്രിമധുരം ഷീട്ടാക്കിയിട്ട് ആ ഒരു ആ ഒരു പ്രസാദം നമ്മൾ സേവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ ഈ ഉദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെടും. അപ്പോൾ അതിൽ ഗർഭാശയമാണെങ്കിലും എല്ലാം പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിപാട് ചെയ്തത് കൊണ്ട് വിരോധമില്ല കേട്ടോ. പിന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഈ താമരപ്പൂവ്, ഇപ്പൊ ഗർഭാശയം എന്ന് പറഞ്ഞത് കൊണ്ട് പറയാണ്, താമരപ്പൂവ് ഭഗവാനെ വഴിപാടായിട്ട് സമർപ്പിക്കുക. കാരണം ഈ താമര എന്നൊക്കെ പറയുന്നത് വളരെ ഔഷധ ഗുണമുള്ള ഒന്ന് തന്നെയാണ്. താമരയുടെ അല്ലിയൊക്കെ അതൊരു മരുന്നും കൂടിയാണ്. അപ്പൊ അങ്ങനെ സമർപ്പിക്കുക എന്നും കൂടെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൃത്യമായ കാരണം അതൊരു മരുന്നും കൂടെയാണല്ലോ. അപ്പൊ ആ ഒരു സങ്കല്പത്തിലായിരിക്കാം അങ്ങനെ സമർപ്പിക്കുന്നത്. അപ്പൊ താമര കൊണ്ടുവന്ന് സമർപ്പിക്കാം, അല്ലെങ്കിൽ താമര മുട്ടുകൊണ്ടൊക്കെ തുലാഭാരം നടത്താം. ഇതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു കഴിവിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഭഗവാനെ വിളിക്കാം, നാമം ചൊല്ലാട്ടോ. പിന്നെ ചില അസുഖങ്ങൾക്കൊക്കെ അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുക, ഒപ്പം ഭഗവാനെ വിളിക്കുക. നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാം, പിന്നെ ഭഗവാന്റെ കയ്യിൽ കൊടുക്കുക. അപ്പം അതിന് ഏത് വഴിപാടാണെങ്കിലും ഭഗവാൻ സ്വീകരിക്കും കേട്ടോ. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, ആ ഒരു ഭാവം, അതിൽ മാത്രമേ ഭഗവാൻ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ വഴിപാടുകൾ ഏത് തന്നെയാണെങ്കിലും അയ്യോ അങ്ങനെ ചെയ്താൽ പാടുണ്ടോ, ഇങ്ങനെ ചെയ്താൽ പാടുണ്ടോ, അങ്ങനെ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഭഗവാൻ എന്തും സ്വീകരിക്കും. ഭക്തിയോട് കൂടി സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് നാമജപം കൂടെ പറയാനുണ്ട്, ഇന്നലത്തെയും മിഴിഞ്ഞാന്നത്തെയും, അതും കൂടെ പറയാം. അപ്പോൾ ആ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 5,99,529 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നാമജപം എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ.
പിന്നെ ഇന്ന് ലക്ഷദ്വീപാണ്, മകരവിളക്കൊക്കെയാണ്. അപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ മനസ്സിലും നന്മയുടെ ദീപം തെളിയിക്കാനായിട്ട് സാധിക്കട്ടെ. അതിലൂടെ എല്ലാവരിലേക്കും ആ ഒരു പ്രകാശം എത്താനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞല്ലോ, മകരവിളക്ക് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പിന്നെ നാളത്തെ പ്രത്യേകതകളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.